നമസ്കാരം. ഞാൻ സാറാമ്മ ജോൺ, വാളം ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ വീട്ടുപേര് തെക്കേത്തോട്ടി. എൻ്റെ ഭർത്താവിൻ്റെ പേര് MI യോഹന്നാൻ. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മകൻ USA ലോയറാണ്. എൻ്റെ മൂത്ത മകള് UK നേഴ്സാണ്. ഇളയ മകൾ ഓസ്ട്രേലിയയിൽ നേഴ്സാണ്. അവരിപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. എനിക്ക് ഈ 3 മക്കളും ഞാൻ വളരെ അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെ ഒരു നിലയിലാക്കി. ഇന്ന് അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കേരള പോലീസിൽ 1/4/68 കേരള പോലീസിൽ ചേരുന്നത്. കേരള പോലീസിൽ ചേർന്ന അന്ന് മുതൽ ഞാൻ എറണാകുളം ജില്ലയിൽ ഒരു കോൺഗ്രസ്സുകാരിയായിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിരുന്നത്. അതായത് എൻ്റെ അപ്പൻ തെക്കേത്തോട്ടിലായിപ്പോൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, ഞാൻ ജനിച്ചു വളർന്നപ്പോൾ എനിക്ക് അറിവ് വെച്ചപ്പോൾ കാണുന്നത് മുഖം വെച്ച കാളയിൽ വോട്ട് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായമാണ് എൻ്റെ അപ്പൻ ഞങ്ങളെ കാണിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. അന്നു മുതൽ ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരികയാണ്. എൻ്റെ കുടുംബം ഒരു കോൺഗ്രസ്സാണ്. തെക്കേത്തോട്ടിയിൽ ഫാമിലി കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളാരും വേറൊരു രാഷ്ട്രീയത്തിലേക്കും പോയിട്ടില്ല. അപ്പോൾ ചെറുപ്പം മുതലേ കോൺഗ്രസ്സിനെ കണ്ടു വളർന്ന് പഠിച്ച് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ, അതായത് എത്രയും ബഹുമാന്യരായ ഹൈബീഡ്, തോമസ് മാസ്റ്റർ, അതേപോലെ അവിടെ ഉണ്ടായിരുന്ന K കരുണാകരൻ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊച്ചിൻ എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ഞാൻ ജോലി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട MLA-മാരും MP-മാരും ഒക്കെ അവിടെ വരുന്ന സമയത്ത് അവരോടൊപ്പം ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിൽ കയറി ഇറങ്ങി നടന്ന് അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും പോസ്റ്റ് ലോട്ടുകൾ വാങ്ങി ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞാൻ DCC ഓഫീസിൽ കൊണ്ടുകൊടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവിടെയുള്ള LDF-ൻ്റെ പാനലുള്ള പോലീസുകാർ പറയുമായിരുന്നു, കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ജോലി ചെയ്യാം എന്നും പറഞ്ഞാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ വളരെ ധൈര്യസമേതം ഞാൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അത് ഏറെക്കുറെ അവിടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ അത് അവർക്ക് അറിയില്ല. ഞാൻ നാട്ടിൽ പെൻഷൻ പറ്റി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒരു കയറി. ഞാൻ SI ആയി, CA ആയി, റിട്ടയറായി. 2002 ഞാൻ റിട്ടയറായി. ഞാൻ ഇവിടെ വന്നപ്പോൾ കൂട്ടാൻ്റെ മത്തായി സാർ എന്നോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇലക്ഷൻ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആരോടും ചോദിച്ച് വാങ്ങിയതല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, ഇലക്ഷനൊന്നും നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, മോളെ നീ ഇലക്ഷൻ നിൽക്ക്, ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിച്ചു 2010. അതേപോലെ 2020 ഞാൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിന്നു. ഞാൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിച്ചു. ഞാൻ അവിടെ എനിക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഞാൻ സാധാരണ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവിടെ ഒരുങ്ങി നിന്നു. പിന്നീട് പ്രസിഡൻ്റായിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു 6 മാസം, എന്നിട്ടും തന്നില്ല. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാനിപ്പോൾ ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. INTUC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. R ചന്ദ്രശേഖരൻ സാർ ഞങ്ങളുടെ പ്രസിഡൻ്റാണ്. ഞാൻ അതായത് INTUC-യിലും മഹിളാ കോൺഗ്രസിലും അതുപോലെ കോൺഗ്രസിൻ്റെ എല്ലാ തലത്തിലും ഞാൻ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വോട്ടുകൾ ചോദിക്കുകയും എനിക്ക് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നിന്നു. ഇലക്ഷൻ നിൽക്കാൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറാം ചേച്ചിക്കാണ് ഈ വാർഡെന്ന് പറഞ്ഞു. ശരി, സന്തോഷം മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു. ആ 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും വാർഡ് കമ്മിറ്റിക്ക് വിളിച്ചപ്പോൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട്. വേറെ എന്നോടൊപ്പം ഒരു സ്ത്രീകൾ അവിടെ വന്നില്ല. അതിനുശേഷം കോർ കമ്മിറ്റിക്ക് വിളിച്ചിട്ട് ഒരു മോൺസി എൽദോസ് എന്ന് പറഞ്ഞൊരു കുട്ടി അവിടെ വന്നു.
അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ നാട്ടിൽ സീറ്റ് ചെറിയ ഊരമന 10ാം വാർഡിൽ സീറ്റ് കിട്ടിയില്ല, ഞാൻ 14ാം വാർഡിലാണ്, എൻ്റെ സ്വന്തം വാർഡ് 14 വാർഡ്, ഞാൻ ജനിച്ചു വളർന്ന വാർഡാണ്, എൻ്റെ സ്വന്തം വീടും അവിടെ തന്നെയാണ്. അപ്പോൾ 14 വാർഡിൽ ഞാൻ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന എന്നെ വെട്ടിമാറ്റിയിട്ട്, അതായത് അവരെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോലും അറിയാതെ, എന്നോടൊന്നും പറയാതെ, കോർ കമ്മിറ്റിയിൽ പറയണം ഒന്ന് ഇവർക്കാണെന്ന്, ഇല്ലെങ്കിൽ വേറൊരു കമ്മിറ്റി വിളിപ്പിച്ചിട്ട് അവർ സംസാരിച്ചില്ല. അവർക്ക് ഞാൻ പോലും അറിയാതെ അവരെ ഇവിടെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് അതൊരു മാനസികമായൊരു വിഷമമായിപ്പോയി. ഞാൻ ഇത്രയും നാളും കോൺഗ്രസിൽ നിന്ന് ഞാൻ വളരെ വിഷമത്തോടുകൂടി ഞാൻ പറയുന്നത്, നിന്നിട്ട് എന്നെ കോൺഗ്രസിൽ നിന്നും വെട്ടിമാറ്റിയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇനിയും നിലകൊള്ളുന്ന ആളാണ്. ഞാൻ ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോകില്ല. കോൺഗ്രസ് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നേക്കണ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുകയാണ്. ദൈവകൃപയാൽ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കാരണം എനിക്ക് ആരോടും വ്യക്തിപരമായി വൈരാഗ്യമോ വഴക്കോ ആ കുട്ടിയോട് വന്ന് നിന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിയോട് പോലും എനിക്കൊരു ദേഷ്യമില്ല. കാരണം ഞാനല്ലല്ലോ നിർത്തിയത്, അല്ലെങ്കിൽ അവർ വന്ന് നിന്നതല്ല, പാർട്ടി അവരെ കൊണ്ടുവന്ന് നിർത്തി, എന്നെ നിർത്തിയിട്ട് എന്നെ മാറ്റിയിട്ട് അവർക്ക് കൈപ്പത്തി ചിഹ്നം കൊടുത്ത് മത്സരിക്കുന്നു. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഗ്യാസ് സ്റ്റൗ എന്ന ആ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഏതായാലും ഇവിടെയുള്ള ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എല്ലാം ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ഇത്രയും ബഹുമാനായ ഇന്ത്യൻ പ്രസിഡന്റ് മെഡൽ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. കേരള പോലീസിൽ നിന്നുകൊണ്ട് ഞാൻ സുസ്ഥിരമായ സേവനം ചെയ്തതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് മെഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സിവിൽ ഏവിയേഷൻ ഡയറക്ടറുടെ, അതായത് കുറേ അവാർഡുകളും റിവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മുടെ ചിഹ്നം ഗ്യാസ് സ്റ്റൗ ആണ്. ആ ഗ്യാസ് സ്റ്റൗവ് നമ്മുടെ ചിഹ്നമാണ്. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.